നമസ്കാരം പ്രിയമുള്ളവരെ, ഈ നിമിഷങ്ങളിൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പുതിയ വാർത്ത വരുന്നുണ്ട്. ജെറുസലേമിൽ വെടിവയ്പിൽ 5 ഇസ്രായേലി പൗരന്മാർ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തയാണ് ഈ അവസരത്തിൽ പ്രധാനമായും മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. മണിക്കൂറുകൾക്ക് മുമ്പ് ജെറുസലേമിലെ ഒരു ട്രാഫിക് ബ്ലോക്കിൽ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു. തുടർന്ന് അവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് രൂപപ്പെട്ടു. ആ ട്രാഫിക് ബ്ലോക്കിലേക്ക് 2 തോക്കുധാരികളായ ഫലസ്തീൻ യുവാക്കൾ കടന്നു വന്നു, വെടിയുതിർത്തു. അങ്ങനെ 5 പേർ, 2 സൈനികരും 3 സാധാരണ പൗരന്മാരും കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ഈ നിമിഷത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ 5 പേർ കൊല ചെയ്യപ്പെട്ടതല്ലാതെ 6 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായ വാർത്തയും പുറത്തു വരുന്നുണ്ട്. 2 ഫലസ്തീൻ പൗരന്മാരെ, ഒരാളെ ഇസ്രായേലി പൗരനും മറ്റൊരാളെ ഇസ്രായേലി സൈന്യവും വധിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതായത് 2 ഫലസ്തീൻ പൗരന്മാർ കൊല ചെയ്യപ്പെട്ടു. അവരുടെ ആക്രമണത്തിൽ 5 ഇസ്രായേലി പൗരന്മാർ കൊല ചെയ്യപ്പെട്ടു. 6 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു എന്ന വാർത്ത മാധ്യമങ്ങൾ പശ്ചിമേഷ്യയെ സംബന്ധിച്ച് പോലും വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ പ്രസിദ്ധീകരിക്കുന്ന നിമിഷമാണിത്. മറ്റൊന്ന്, LB സിസ്റ്റം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്രായേലി കമ്പനിക്ക് ബ്രിട്ടനിലെ അവരുടെ ഫാക്ടറി അടച്ചുപൂട്ടേണ്ടി വന്നു എന്ന വാർത്ത ഈ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതായത് ഡ്രോണുകളും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഒക്കെ ഇസ്രായേലി സൈന്യത്തിന് സപ്ലൈ ചെയ്യുന്ന ഒരു ഇസ്രായേലി കമ്പനിയായിരുന്നു ഇത്. ബ്രിട്ടനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ കമ്പനി വലിയ പ്രതിഷേധങ്ങൾക്ക് തുടർന്നു. കാരണം ഇസ്രായേലിന് സൈനിക സഹായം നൽകുന്നു എന്ന ഈ കമ്പനിയുടെ മേലുള്ള ആരോപണത്തെ അതിജീവിക്കാൻ കഴിയാതെ ആ കമ്പനിക്ക് മുന്നിൽ നിരന്തരം ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭകാരികൾ പ്രകടനം നടത്തുകയൊക്കെ ചെയ്യുന്നു. അതിനെ തുടർന്ന് ആ കമ്പനി അടച്ചുപൂട്ടുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ഈ കമ്പനിയുടെ അടച്ചുപൂട്ടൽ കൊണ്ടുണ്ടാകുന്നത് എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഈ അവസരത്തിൽ. മറ്റൊന്ന്, അവശ്യ സാധനങ്ങളുടെ വലിയ ശേഖരത്തിന് ഇറാൻ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതായ വാർത്തകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതായത് ഇറാൻ ഒരു യുദ്ധമുഖത്ത് തന്നെയാണ് എന്ന വാർത്ത തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഒന്നുകിൽ ഇസ്രായേലിന്റെ ഒരു ആക്രമണം ഇറാനിന് മേൽ ഉണ്ടായേക്കാം എന്ന് ഇറാൻ ഭയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ഇറാൻ തയ്യാറാകുന്നു എന്നൊരു നിഗമനവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വൻതോതിലുള്ള അവശ്യ സാധനങ്ങളുടെ ശേഖരമൊരുക്കുവാൻ ഇറാൻ അതുമായി ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന വലിയ വാർത്തയും മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയെ സംബന്ധിച്ച് കൂടുതൽ സങ്കീർണമാകുന്ന കാലഘട്ടങ്ങളാണ് വരാനിരിക്കുന്നത് എന്ന വ്യക്തമായ സൂചനകളാണ് സംഭവങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും ഗസയിലെ വെടിവെപ്പ്, ജെറുസലേമിലെ വെടിവെപ്പ്, 5 ഇസ്രായേലി പൗരന്മാർ മരിച്ചത്, ഗസയിൽ ഇസ്രായേലിന്റെ നരനായാട്ട്, അവിടെ ജനങ്ങൾ കൊല ചെയ്യപ്പെടുന്നത്, ഇരു രാജ്യങ്ങളും സംഘർഷങ്ങളുടെ മുൾമുനയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വ്യക്തമാകുകയാണ്. ലോകം കാര്യക്ഷമമായി ഇടപെട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഗസയിലും ഇസ്രായേലിലും ഒക്കെ വലിയ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകും എന്ന് വ്യക്തമാകുന്ന നിമിഷങ്ങൾ കൂടിയാണിത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലോക നേതാക്കന്മാരുടെ ഒക്കെ പ്രതികരണം ഉണ്ടാകുന്നു, പക്ഷേ ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഇന്നലെയും നെൽസൺ മണ്ടേലയുടെ ചെറുമകൻ അദ്ദേഹം പറഞ്ഞത് ഐക്യരാഷ്ട്രസഭയുടെയൊന്നും ക്രിയാത്മകമായ ഇടപെടൽ ഗസയിൽ ഉണ്ടാകുന്നില്ല. ഗസയിൽ വലിയ വംശഹത്യ, നേരത്തെ ദക്ഷിണാഫ്രിക്ക അനുഭവിച്ചതിനേക്കാൾ വലിയ വംശവൈര്യമാണ് ഗസയിലെ നിവാസികൾ അനുഭവിക്കുന്നതെന്നാണ്. എന്തായാലും കൂടുതൽ ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടായില്ല എങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഗസയിലും ഇസ്രായേലും സംഭവിക്കും എന്നത് വ്യക്തമാകുന്ന ചില സംഭവവിഗതികൾ തന്നെയാണ് ഇരു രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ കെട്ടിടങ്ങളൊക്കെ ഇസ്രായേൽ ഇടിച്ചു നശിപ്പിക്കുന്നു ഗസയിൽ എന്ന വാർത്തയും പുറത്തു വരികയാണ്. മറ്റൊന്ന്, അയതുള്ള അലി ഖംനയി, ഇറാന്റെ ആത്മീയ നേതാവിന്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ്. വാണിജ്യ രാഷ്ട്രീയ മേഖലകൾ ഈ ഇസ്രായേലിന് മേൽ പ്രയോഗിക്കണം എന്ന രീതിയിൽ അയതുള്ള അലി ഖംനയുടെ പ്രസ്താവന ഉണ്ടാകുന്നു. വാണിജ്യ രാഷ്ട്രീയ മേഖലകൾ ഇസ്രായേലിന് മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ലോകത്തെ രാജ്യങ്ങളും പ്രത്യേകിച്ചും ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്രായേലിന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തണമെന്ന രീതിയിൽ അയതുള്ള അലി ഖംനയുടെ പ്രസ്താവനയും ഈ അവസരത്തിൽ ഉണ്ടാകുന്നതായി മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.